പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയ്സൽമീരിൽ നിന്നും അമൃത്സറിലേക്കുള്ള ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 950 കിലോമീറ്ററാണ്. പോകുന്ന വഴി ഫിറോസ്പൂരിൽ നിന്ന് എൻ്റെ ഒരു പഴയകാല സുഹൃത്തിനെയും ഫാമിലിയെയും കാണാനുമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശസ്തമായ പൊക്രാൻ നഗരത്തിൻ്റെ ഔട്ട്സ്കേർട്സിൽ കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെയും രണ്ടാമത്തെയും ആണവ പരീക്ഷണം നടന്നത് ഈ നഗരത്തിലാണ്. സ്പീഡ് ലിമിറ്റിന് അധികം ബോർഡുകൾ അവിടെ വെച്ചിട്ടില്ലെങ്കിലും ഈ ഭാഗത്തു നിന്ന് പല പോലീസുകാരും നമ്മളെ കൈകാണിച്ച് നിർത്തി അനാവശ്യമായിട്ട് പിഴയടാക്കുന്ന ഒരു ശീലം ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പോകുന്ന വഴി ബിക്കാനർ സിറ്റിയിൽ നിന്നും അവിടുത്തെ ഫേമസ് ഭുജിയയും വാങ്ങി ഞങ്ങൾ അങ്ങനെ രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിലേക്ക് കടന്നു. ബിക്കാനറിൽ നിന്നും തന്നെ വാങ്ങിയ പാവും ജാമും കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. അത് ഞങ്ങൾ വഴിയരികിൽ ഒരു സ്ഥലത്ത് നിർത്തി. അതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ലഞ്ച്. അങ്ങനെ ഞങ്ങൾ പഞ്ചാബിലെ വിശാലമായ പാഡി ഫീൽഡ്സ് ഒക്കെ കണ്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൺസെറ്റിൻ്റെ ടൈമായി. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. ഈ ഇത്രയും നല്ല പച്ചപ്പായിരുന്ന ഗ്രീൻ ഫീൽഡ്സ് ഉള്ളപ്പം അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പിലൊരു ഫോട്ടോ എടുക്കണം. പിന്നെ ഞങ്ങൾക്ക് ഒരു ഒത്തിരി റെസ്റ്റും കൂടെ വേണം, ഒരു ബ്രേക്ക് വേണം. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു വില്ലേജ് റോഡ് കണ്ടപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇറക്കി നിർത്തി. ഹൈവേയിൽ നിന്ന് മാറി അങ്ങോട്ട് നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഈ സ്ഥലത്തിൻ്റെ പേര് ഗോലൂക്ക മോഡ് എന്നാണ്. ഞങ്ങളങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടക്കുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് 2 ചെറിയ കുട്ടികൾ പുറത്തു വന്ന് ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സിനെ കണ്ടിട്ട് ഇവർ തിരിച്ച് ഓടി വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ അവരുടെ അച്ഛനാണെന്ന് തോന്നുന്നു, അവർ പുള്ളിയും കൂടെ പുറത്തു വന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ പരിചയപ്പെടുത്തി ഞങ്ങളുടെ യാത്രകളൊക്കെ അറിഞ്ഞതിന് ശേഷം പുള്ളി പിന്നെ അവിടുത്തെ കൃഷികളെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പുള്ളിയുടെ പേരും പറഞ്ഞു, സർപ്പജീത് സിംഗ്. അതൊക്കെ കഴിഞ്ഞ് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് മാത്രമേ ഇനി വിടുള്ളൂ എന്ന് വാശിയായി പുള്ളി. അപ്പോൾ ഞങ്ങൾ അവസാനം പുള്ളിയുടെ ക്ഷണം സ്വീകരിച്ച് പുള്ളിയുടെ വീട്ടിൽ ചെന്ന് പുള്ളിയുടെ അച്ഛനെയും ഭാര്യയും മക്കളെയൊക്കെ പരിചയപ്പെട്ടു. അവസാനം ഞങ്ങളതൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒതുക്കി. പുള്ളിയുടെ നമ്പറൊക്കെ ഞങ്ങൾക്ക് തന്നു. വളരെ സൂക്ഷിച്ച് ഇനി പോകണം, കാരണം ഒരുപാട് പേര് ലിഫ്റ്റ് ചോദിച്ചാലും നിർത്തരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഞങ്ങളെ ഉപദേശിച്ച് ഞങ്ങളുടെ യാത്ര അങ്ങനെ പുനരാരംഭിച്ചു. നേരം വൈകിയത് കാരണം ഏതായാലും ഇനി ഫിറോസ്പൂരിൻ്റെ അടുത്തുള്ള ഹുസൈനിവാല ഇൻഡോ പാക് ബോർഡർ കാണാൻ പറ്റില്ല എന്ന് ഏതായാലും ഉറപ്പിച്ചു. എൻ്റെ ഉറ്റ സുഹൃത്ത് ഹാപ്പിയും ഭാര്യ ദിവ്യയും ഞങ്ങളെ അവിടെ കാത്ത് ഫിറോസ്പൂരിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അമൃത്സറിലേക്ക് യാത്രയായി. ഏകദേശം മിഡ് നൈറ്റ് ആയപ്പോഴാണ് ഞങ്ങൾ അമൃത്സർ എത്തിയത്. ഗോൾഡൻ ടെമ്പിളിലേക്ക് നടക്കാവുന്ന ദൂരത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിനാൽ തന്നെ വളരെ തിരക്കേറിയ പ്രദേശമായതുകൊണ്ട് പാർക്കിങ്ങിനൊക്കെ ഭയങ്കര കഷ്ടമാണ്. എന്നാലും ഞങ്ങൾക്ക് ഹോട്ടല് വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് പാർക്കിംഗ് ഒക്കെ അനുവദിച്ചു. ഞങ്ങളുടെ മകൻ എൽവിൻ, കുട്ടു എന്നാണ് ഞങ്ങൾ വിളിക്കുക. അവനിന്ന് ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് ഉച്ചയ്ക്കത്തെ ട്രെയിനിനെത്തും. അപ്പോൾ അതുവരെ ഞങ്ങൾ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരമൊക്കെ നടന്ന് കാണാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഈ ഇടുങ്ങിയ വഴികളിലൊക്കെ നമുക്ക് ഒരുപാട് കടകളും പലതരം സാധനങ്ങൾ വിൽക്കുന്ന കടകളും അതേപോലെ തന്നെ ഒരുപാട് ഈട്രീസ്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ. ഇതിനിടയിൽ ഞങ്ങളുടെ വണ്ടി ഒന്ന് സർവീസിനും കൊടുക്കാനുണ്ട് ടയോട്ടയിൽ. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ടയോട്ടയിലേക്ക് പോകാൻ. വളരെ നല്ല സർവീസായിരുന്നു ടയോട്ടയിൽ നിന്ന്. മോഹിത് ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർവീസ് റെപ്രസെൻറ്റേറ്റീവ് ഞങ്ങളുടെ ഒരു യാത്രയൊക്കെ മനസ്സിലാക്കി അത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അതിനുശേഷം ഞങ്ങൾ വീൽ ബാലൻസിങ്ങും അലൈൻമെൻറ്റൊക്കെ ആയിട്ട് ഒരു ഷോപ്പിൽ പോയി. അവിടെ ഒരു ഇത്രയും വെറൈറ്റി ഓഫ് നമ്മൾ വീൽസും ഡിസ്ക്സൊക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. പഞ്ചാബാണല്ലോ, ഇവിടെയാണല്ലോ ഈ വണ്ടികളുടെ മോഡിഫിക്കേഷനൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്ന വൺ ഓഫ് ദി പ്ലേസസ് ഇൻ ഇന്ത്യ. അതിന് യാതൊരു സംശയമില്ല എന്ന് ഇത് തെളിയിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അമൃത്സർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ ഫൈനലി കുട്ടു മോന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. മോൻ്റെ കൂടെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ഞങ്ങൾ വീണ്ടും നടക്കാനിറങ്ങി. ഞങ്ങളുടെ ഉദ്ദേശം ഗോൾഡൻ ടെമ്പിൾ കാണുന്നത് നാളെ പുലർച്ചയിലേക്കാണ്. നാളെ ഒരു 3:30 സമയമാകുമ്പോൾ വന്ന് കാണണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതുവരെ ഞങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലേക്ക് നേരത്തെ പോയി കിടക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്.
ഇവിടുത്തെ വെജിറ്റേറിയൻ മെക്ഡോണൾഡ്സ് ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നു. ഇന്ന് വണ്ടി സർവീസിന് കൊടുക്കാൻ നേരത്ത് കംപ്ലീറ്റ് വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ റൂമിലേക്ക് എടുത്തു വെച്ചിരുന്നു. റൂം നിറഞ്ഞ് സാധനങ്ങളാണ്. ഇത് മുഴുവൻ ഇനി എന്താ നമ്മൾ തിരിച്ച് നാളത്തേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്കും ഇതൊക്കെ അതേ ഓർഡറിൽ തന്നെ വണ്ടിയിലേക്ക് തിരിച്ച് വെക്കാനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ വളരെ നേരത്തെ എഴുന്നേറ്റ് ഒരു 3:30 ആയപ്പോഴേക്കും ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരത്തെത്തി. നമ്മളുടെ ചെരുപ്പുകളൊക്കെ അഴിച്ച് അവിടെ ഏൽപ്പിച്ചതിന് ശേഷം കാലൊക്കെ കഴുകി നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ളൊരു ഫീല്, അത് എനിക്ക് പല സ്ഥലങ്ങളിൽ പോയിട്ടും എനിക്ക് ഇതിൻ്റെ ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ ആ ഒരു ഫീല് എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല ഇതുവരെയും. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നിറങ്ങി പിന്നെ പ്രാർത്ഥിച്ച് പോകുന്നതെങ്കിലും ഇവിടെ നമുക്കൊരു തിരക്ക് അനുഭവിക്കാനില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, ആരെയും തട്ടിയും മുട്ടിയും നമ്മൾക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവരും അതിൻ്റേതായ ഭക്തിയിലാണ് ഈ ഒരു ഗോൾഡൻ ടെമ്പിളിനെ സമീപിക്കുന്നതും അതിൽ അവർ പ്രാർത്ഥിക്കുന്നതും. അതേപോലെ തന്നെ വളരെ നീറ്റാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത്രയും പീസ് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ്. ഈ ഗോൾഡൻ ടെമ്പിൾ ഹർമന്ദിർ സാഹിബ് എന്നും അറിയപ്പെടും കേട്ടോ. അതുപോലെ തന്നെ സിഖ് മതത്തിലെ ഏറ്റവും പവിത്രമായ ഗുരുദ്വാരകളിൽ ഒന്നാണിത്. ഇതിൻ്റെ നിർമ്മാണം 1589 ആരംഭിച്ച് 1589 പൂർത്തിയായത്. അതായത് ഇതിൻ്റെ ആദ്യത്തെ വേർഷൻ. ഇതിൻ്റെ നടുക്കുള്ള ആ കുളം ഒക്കെ അതിന് ശേഷമാണ് നിർമ്മിച്ചത്. മഹാരാജ രഞ്ജിത് സിംഗ് സിഖ് സാമ്രാജ്യം സ്ഥാപിച്ച ശേഷം ഈ ടെമ്പിള് അത് വീണ്ടും മാർബിളും കോപ്പറും ഉപയോഗിച്ച് 1809 വീണ്ടും അത് പുനർനിർമ്മിച്ചു. അതിനുശേഷം അതിൻ്റെ ആ നടുക്കുള്ള സാങ്ക്ടം, അതായത് ആ ഷ്രൈന് ഗോൾഡ് ലീഫിലും കൊണ്ട് 1830 കവർ ചെയ്തത്. അതിനുശേഷമാണ് ഇത് ഗോൾഡൻ ടെമ്പിൾ എന്ന് അറിയപ്പെട്ടത്. നമുക്ക് ടോക്കൺ എടുത്ത് അവിടെ നിന്ന് പ്രസാദം വാങ്ങി അടുത്ത കൗണ്ടറിൽ കൊടുത്ത് നമ്മൾക്ക് വേണമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ബാക്കിയുള്ളത് അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം. ഒരു ചതുരാകൃതിയിൽ 4 പ്രവേശന കവാടവും അതിൻ്റെ നടുക്ക് ഒരു കുളവും അതിൻ്റെ ചുറ്റും ഒരു പ്രദക്ഷിണം ചെയ്യാനൊരു പാതയും ആണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാന്. ഈ ഗുരുദ്വാരയിലേക്കുള്ള ഈ 4 വാതിലുകൾ തന്നെ, 4 ഗേറ്റ്സ് തന്നെ സിഖ് വിശ്വാസത്തിലുള്ള ഏകത്വം, അതേപോലെ തന്നെ ഏത് മതത്തിലുള്ള ആൾക്കാരെയും അവർ ഇതിലേക്ക് ക്ഷണിക്കുന്നു, ഇല്ലെങ്കിൽ ദേ ആർ വെൽക്കം എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇതിനിടയിൽ നല്ല ഇടിയും മിന്നലും നല്ല മഴയും പെയ്യുന്നുണ്ട്. അതിശയിപ്പിച്ചത് ഇത് മഴ കഴിഞ്ഞ് ഒരു ബ്രേക്ക് വരുമ്പോഴേക്കും അവിടുന്ന് വളണ്ടിയേഴ്സ് അപ്പോൾ തന്നെ അത് അവിടുത്തെ ഫ്ലോറെല്ലാം വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ച അതിശയം തന്നെയാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരത്ത് തന്നെയാണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് ജാലിയൻ വാലാബാഗിലേക്ക് കയറാനും ഇറങ്ങാനും പറ്റുന്ന ഏക കവാടമാണ്. 13th April 1919 ജനറൽ ഡയറും പുള്ളിയുടെ ട്രൂപ്സും കൂടെ ഈ നാരോ പാസേജ് ബ്ലോക്ക് ചെയ്ത് റൗലറ്റ് ആക്ടിന് എഗെയിൻസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്ന ഏകദേശം 20,000-ഓളം വരുന്ന ആൾക്കാരുടെ നേരെ ഷൂട്ട് ചെയ്യുകയായിരുന്നു.
അന്നത്തെ പല ബുള്ളറ്റ് മാർക്സും ഇപ്പോഴും അവിടെ പ്രിസർവ് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചത് കാണാം. അങ്ങനെ തിരിച്ച് റൂമിൽ വന്ന് എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലൊക്കെ ലോഡ് ചെയ്ത് മോൾ ഓഫ് അമൃത്സറിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ നേരെ അത്താരി ബോർഡറിലേക്ക് പോയി. ഇന്ത്യൻ ഫ്ലാഗൊക്കെ ഞങ്ങൾ മുഖത്ത് പെയിൻറ് ചെയ്തിട്ടാണ് ഞങ്ങൾ എൻട്രി ചെയ്തത്. അതേപോലെ തന്നെ നമ്മുടെ BSF നമ്മുടെ ലേഡീസിനും അതേപോലത്തെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് പെർഫോം ചെയ്യാനും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഈ അവസരം എൻ്റെ ഭാര്യ ഷീബ വളരെ നന്നായിട്ട് വിനിയോഗിച്ചു. ആൻഡ് ഷീ ഹാഡ് എ വെരി ഗുഡ് ടൈം. അമൃത്സറിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരത്ത് ഹർദോരത്തൻ എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് അത്താരി ബോർഡർ സ്ഥിതി ചെയ്യുന്നത്. ഈ ബോർഡർ പ്രശസ്തമായ ഗ്രാൻഡ് ട്രങ്ക് റോഡിലാണ്. അതേപോലെ തന്നെ അത്താരി എന്ന് പറയുന്നത് ഇന്ത്യൻ സൈഡും വാഗ എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈഡിലുമാണ്. നമ്മുടെ സ്വന്തം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും പാകിസ്ഥാനി റേഞ്ചേഴ്സും തമ്മിലുള്ള ഈ സെറിമണി എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സെറിമണി തന്നെയാണ്. ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി നമ്മളുടെ പല ഇന്ത്യൻ ബോർഡേഴ്സിൽ നടക്കുന്നുണ്ടെങ്കിലും അത്താരി ബോർഡറിലുള്ള ബീറ്റിംഗ് റിട്രീറ്റ് സെറമണിയാണ് ഇതിൽ ഏറ്റവും പോപ്പുലറായത്. നമ്മുടെയൊക്കെ ദേശസ്നേഹം നമ്മൾ പോലും അറിയാതെ വേറൊരു തലത്തിലേക്ക് ഉയരുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് പലപ്പോഴും അത്താരി ബോർഡർ ആ ഒരു സെറിമണിയിൽ പങ്കെടുക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്. രണ്ട് ഭാഗത്തെയും ഫ്ലാഗ്സ് സ്ലോലി താഴെ ഇറക്കുകയും രണ്ട് ഗേറ്റുകൾ അടയ്ക്കുകയും ചെയ്യുന്നതോടുകൂടി
ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി എൻഡ് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇന്ന് രാത്രി താമസിക്കാനുള്ള ഹോട്ടലുള്ളത് ജമ്മുവിനടുത്ത് ബാരി ബ്രഹ്മണ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഹോട്ടലിൽ എത്തുമ്പോൾ ഏകദേശം രാത്രി 12 മണി ആയിട്ടുണ്ടായിരുന്നു.